ട്രേഡ് യുദ്ധം ഇപ്പോഴും അവസാനിക്കാതെ മുന്നേറുകയാണ്. ഇപ്പം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഷീ ജിൻപിങ്ങുമായിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ഈ കൂട്ടിയ താരിഫ് ഒന്ന് കുറച്ചു കൊടുക്കാമെന്നാണ്. പക്ഷേ ചൈന ഇപ്പോൾ ഇതിനോട് തയ്യാറാകാത്തൊരു സ്ഥിതിയാണ്. അപ്പം രണ്ട് രാജ്യങ്ങളുടെയും പോർട്ടുകളിൽ ആവശ്യത്തിനുള്ള കണ്ടെയ്നറുകൾ ചരക്കൊക്കെ ഉണ്ടാവും. കാരണം എല്ലാ പോർട്ടുകളിലും ഒരു 2 മാസത്തേക്കൊക്കെ ചരക്ക് സൂക്ഷിക്കും. അത് കഴിയുമ്പോഴായിരിക്കും ഈ പ്രതിസന്ധി വരിക. എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും? ഇതിപ്പം ചൈന അവരുടേതായ വഴികൾ തേടി തുടങ്ങി. ഇപ്പോൾ ഈ ട്രംപ് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചൈന പുതിയ കമ്പോളങ്ങൾ തേടി തുടങ്ങുകയും അത് വഴികൾ തുറന്ന് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധി നേരിടുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ജനതയും അതോടൊപ്പം തന്നെ ഒരു ഒരു ഹാസ്യ കഥാപാത്രം ആയി മാറിയിരിക്കുന്നത് ട്രംപുമാണ്. ഇപ്പം ട്രംപിൻ്റെ അവസ്ഥ ആലോചിച്ചു. ട്രംപ് ഒരു യുദ്ധത്തിലൊരു പരാജിതനായ ഒരു ഭരണാധികാരിയായിട്ടാണ് നിൽക്കുന്നത് സ്ഥാനം. കാരണം ഇപ്പോൾ 50 മുതൽ 60% വരെ താരിഫ് കുറച്ചു കൊടുക്കുക, ചൈനയ്ക്ക് കുറച്ചു കൊടുക്കാമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 245 ആലോചിക്കണം. 145 ചൈന പ്രഖ്യാപിച്ച സമയത്ത് 100% കൂട്ടി ഒറ്റയടിക്കാണ് ഇത് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഈ അമേരിക്കയിലെ ലോകം മുഴുവൻ തന്നെ വളരെ ശ്രദ്ധയോടെ കാതോർക്കുന്നൊരു എക്കണോമിസ്റ്റാണ്, സാമ്പത്തിക വിദഗ്ധനാണ് ജെഫ്രി സാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മിക്കി മൗസ് ഇതിനേക്കാൾ ട്രംപിനേക്കാൾ സ്മാർട്ടാണെന്നാണ് പറയുന്നത്. കാരണം മിക്കി മൗസിനൊരു ക്യാരക്ടറുണ്ട്. ഇത് ട്രംപ് അതല്ല. ട്രംപ് മെനഞ്ഞാന്ന് പറഞ്ഞത് ഇന്നലെ പറയില്ല, ഇന്നലെ പറഞ്ഞ് ഇന്ന് രാവിലെ പറയില്ല, അതിന് ഘടകവിരുദ്ധമായിട്ട് ഉച്ചയ്ക്ക് ശേഷം പറയും. അപ്പോൾ ഈ രീതിയിലാണ് ട്രംപ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ഇപ്പം ലേറ്റസ്റ്റ് ഏറ്റവും ഒടുവിൽ ട്രംപ് പറയുന്നത് ഷീ എന്നെ വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഉടനെ ഷീ ജിൻപിങ്ങിൻ്റെ അവിടെ നിന്ന് വ്യക്തമായിട്ട് എന്നെ അറിയിപ്പ് വന്നു, ഞാൻ ട്രംപിനെ വിളിച്ചിട്ടില്ല. ഇതിൽ ആരുടെയാണ് വിശ്വസനീയമായ വാക്കാരുടെ ആയിരിക്കും? രണ്ട് രാഷ്ട്രത്തലവന്മാരാണ്. നമ്മുടെ മുമ്പിലുള്ള അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിൽ ആര് പറയുന്നതായിരിക്കും ശരി? സ്വാഭാവികമായിട്ടും ഷീ പറയുന്നതായിരിക്കാനാണ്. കാരണം എന്ന് വെച്ചാൽ ട്രംപ് എന്തും പറയും. ട്രംപിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇവിടെ ട്രംപ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു അമേരിക്കയുടെ രാഷ്ട്രത്തലവൻ കളവ് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ ക്ലാസ്സുകളിലെ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്ന അയാൾ എന്നെ വിളിച്ചു, ഞാൻ അയാളെ വിളിച്ചു, ഇല്ല, അങ്ങനെയൊക്കെ പറയുന്ന രീതിയിലേക്ക് സംഗതി എത്തി നിൽക്കുക ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ജനതയുടെ ജീവിതം അവിടെ പാനിക് ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അത് ആൾക്കാർ ഈ കൺസ്യൂമർ സ്റ്റോറുകളിൽ പോയിട്ട് ചില ഉൽപ്പന്നങ്ങളും അതേപോലെ തന്നെ ഈ സൗന്ദര്യവർദ്ധക സംഗതികളൊക്കെ ഈ സൗത്ത് കൊറിയയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ഈ സ്കിൻ ക്രീമും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഈ റീറ്റെയിൽ ഷോപ്പുകളിൽ നിന്ന് വാരി നിറച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന അവസ്ഥയിൽ ചിലപ്പോൾ ഒന്നുമില്ല, അത് ലഭ്യമാകാതെ വരും. അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് താങ്ങാനാകാത്ത വില, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ മുന്നിൽ കണ്ടുകൊണ്ട് അവശ്യ സാധനങ്ങളുടെയും അല്ലാത്തതിൻ്റെയൊക്കെ പാനിക് ബൈങ്, വളരെ ഒരു എന്താ പറയുക, ഒരു തത്രപ്പാടിലുള്ള ഒരു വാങ്ങൽ പ്രക്രിയയിലേക്ക് അമേരിക്കൻ ജനത കിടക്കുന്നു. മാത്രമല്ല സാധനങ്ങളുടെയൊക്കെ വില വല്ലാണ്ട് കുതിച്ചുകയറുന്നു. ഇപ്പം തന്നെ ചില അവശ്യ സാധനങ്ങളുടെ ലഭ്യതയിൽ കുറവ് വന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു ആഭ്യന്തര സാഹചര്യം, അത് മാത്രമല്ല ട്രംപ് അവിടെ ഒറ്റപ്പെടുകയും ചെയ്തു. ഇപ്പം ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സഹായിയായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത വിശ്വസ്തനും ട്രംപ് തന്നെ അധികാരത്തിലേക്കാൻ പ്രധാനമായിട്ട് സഹായിച്ച വ്യക്തിയാണ് ഇലോൺ മസ്ക്. ടെസ്ലയുടെ ഇലോൺ മസ്ക് നല്ല ധാരണ. പക്ഷേ ഇലോൺ മസ്ക് ഇപ്പോൾ പിൻവാങ്ങി. ഇലോൺ മസ്ക് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ശ്രദ്ധിക്കാതെ ഇരുന്ന കാരണം എൻ്റെ സ്ഥാപനം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു. കാരണം അതിൻ്റെ ഷെയർ വാല്യൂ എല്ലാം കുത്തനെ ഇടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ സ്ഥാപനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണ്. അത് പറയുന്നത് സ്ഥാപനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞാനും ട്രംപും തമ്മിൽ പഴയ നിലപാടിലല്ല, പഴയ സൗഹൃദത്തിലില്ല എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ്. കാരണം അമേരിക്കയിലെ മിക്ക സ്റ്റേറ്റുകളിലും ഈ ഇലോൺ മസ്കിൻ്റെ കാർ ഷോറൂമുകൾ കത്തിക്കുകയും അതേപോലെ റീഫില്ലിംഗ് സ്റ്റേഷൻസ് നശിപ്പിക്കുകയും കത്തിക്കുകയൊക്കെ ചെയ്തു. യൂറോപ്പിലെ വിപണി കംപ്ലീറ്റ് നഷ്ടമായി. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇലോൺ മസ്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ടൊക്കെ ചർച്ച നടത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പോലും, ഈ ഇലോൺ മസ്ക് പോലും അയാളുടെ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് സംഗതി എത്തപ്പെട്ടു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിന് ഇപ്പോൾ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. ആഭ്യന്തരമായിട്ട് അതിതീവ്രമായ പ്രക്ഷോഭങ്ങളാണ് നേരിടുന്നത്.
അതുപോലെ ഈ അമേരിക്കയിലെ മറ്റൊരു ലോകപ്രശസ്തനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് റിച്ചാർഡ് വോൾഫ് എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇത് അമേരിക്കൻ എംപയറിൻ്റെ, അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ തുടക്കമാണെന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതേപോലെയുള്ള സാമ്പത്തിക വിദഗ്ധരല്ല, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ജെഫ്രി സാക്ക് അദ്ദേഹം പറയുകയാണ്, ഒരു എക്കണോമിക് ക്ലാസ്സിലേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ ആദ്യ വർഷത്തെ 3 ആഴ്ച കഴിഞ്ഞാൽ പോലും ഉണ്ടാകാവുന്ന ഒരു വിദ്യാർത്ഥിയിൽ ഉണ്ടാകാവുന്ന സാമ്പത്തികമായ കാഴ്ചപ്പാടും എങ്ങനെയാണ് സാമ്പത്തിക വ്യവസ്ഥ പ്രവർത്തിക്കുന്നുള്ളൊരു ധാരണ പോലും ഇദ്ദേഹത്തിനുമില്ല. ഇദ്ദേഹത്തിൻ്റെ ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബസന്ത് അദ്ദേഹത്തിന് പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം സ്കോട്ട് ബസന്തിൻ്റെ ഒരു പ്രസ്താവനയെ അദ്ദേഹം വളരെയധികം കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വളരെയധികം ആലോചിച്ചിട്ടാണ് ഈ താരിഫ് ഒക്കെ വർധനമൊക്കെ നടത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതിനും വളരെ മനോഹരമായിട്ടൊരു ഉദാഹരണം പറഞ്ഞു. ഈ ട്രേഡ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ വ്യാപാര സന്തുലിതാവസ്ഥ നിശ്ചയിക്കേണ്ടത് ഈ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഈ രീതിയിലല്ല. ഒരാളൊരു അതിന് അദ്ദേഹത്തിൻ്റെ ഉദാഹരണം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. ആ കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ ഗ്രോസറി ഷോപ്പിൽ പോകുന്നു, ഷൂ ഷോപ്പിൽ പോകുന്നു, തുണിക്കടയിൽ പോകുന്നു, ഓരോരോ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നു. അപ്പോൾ ഇത് ഓരോന്ന് വാങ്ങാനായിട്ട് ഞാൻ പ്രത്യേകം സമയം പണിയെടുക്കുന്നില്ല. മറിച്ച് ഇതൊക്കെ മൊത്തത്തിൽ ഞാൻ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയും അതിനകത്തുനിന്ന് എനിക്കുണ്ടാവുന്ന സാമ്പത്തിക ശേഷി അനുസരിച്ചിട്ട് പോയി പർച്ചേസ് നടത്തുകയാണ് ചെയ്യുന്നത്. മറിച്ച് ട്രംപിൻ്റെ ശാസ്ത്രം അനുസരിച്ചിട്ടാണെങ്കിൽ ഷൂ വാങ്ങിക്കാനായിട്ട് കുറച്ച് നേരം ജോലി എടുക്കുന്നു, ഗ്രോസറി വാങ്ങിക്കാൻ കുറച്ച് നേരം ജോലി എടുക്കുന്നു. ആ ശാസ്ത്രമാണ് ഇവിടെ ട്രംപ് പ്രയോഗിക്കുന്നത്. ട്രംപ് എൻ്റെ വിദ്യാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അയാളെ തോൽപ്പിച്ചിരിക്കും എന്നും അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അഴിഞ്ഞ ഒരു സംവിധാനത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു. മാത്രമല്ല, ചൈന ഇതിനകത്ത് ഒരു നിലപാടെടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വർഷത്തിന് മുമ്പുള്ള കാര്യം. 20 വർഷത്തിന് മുമ്പ് ഗ്ലോബൽ മാനുഫാക്ചറിങ്ങിൽ, ആഗോള ഉൽപ്പാദനത്തിൽ ചൈനയുടെ പങ്കെന്ന് പറയുന്നത് വെറും 8%. അന്ന് മുന്നിൽ നിന്നിരുന്നത് അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, അതേപോലെ ജപ്പാൻ. ഇന്ന് 20 വർഷത്തിന് ശേഷം ഇപ്പോൾ നോക്കുമ്പോൾ ഈ ഗ്ലോബൽ മാനുഫാക്ചറിങ്ങിൽ അല്ലെ ആഗോള ഉൽപ്പാദനത്തിൽ ചൈനയുടെ പങ്കെന്ന് പറയുന്നത് 30%. കാരണം അവർ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടിയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഹ്യൂമൻ ക്യാപിറ്റൽ, അതേപോലെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ അവർ സാങ്കേതികമായിട്ട് കൈവരിച്ച അതിവിദഗ്ധമായ മികവും, ഈ 3 ഘടകങ്ങൾ കൊണ്ടാണ് ചൈന ഈ രീതിയിലേക്ക് വന്നത്. ഈ 3 തലങ്ങളിലും അമേരിക്ക ഗണ്യമായിട്ട് പിന്നിലേക്ക് പോയി. അതോടൊപ്പം തന്നെ ഈ യൂറോപ്യൻ യൂണിയനും ജപ്പാനുമെല്ലാം ഈ മാനുഫാക്ചറിങ്ങിൽ പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്ന സാധനം. അപ്പോൾ ഇവിടെയാണ് ചൈനയുടെ ഒരു കോൺഫിഡൻസ് വരുന്നത്. ചൈന ഈ ഒരവസ്ഥയിൽ ഇപ്പോൾ ഇന്ത്യയിലേക്കൊക്കെ ഇന്ത്യയുടെ മാർക്കറ്റിലും ചൈനയ്ക്ക് വളരെ നിർണായകമാണ്. അപ്പോൾ അതുപോലും ആ ഒരു ഡിപ്ലോമസി പോലും ഇന്ത്യയുമായിട്ടും ചൈന പ്രയോഗിക്കുന്നുണ്ട്. എത്രമാത്രം വിജയം കണ്ടെത്തും എന്നുള്ളത് ഇനി നമുക്ക് വരുന്ന ആളിലേ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ എങ്കിലും ഒരുപാട് വഴികൾ ചൈന തുറന്നിട്ട് ചൈനയുടെ ഈ 3 ഈ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ 3 വളരെ ശക്തമായിട്ട് നിൽക്കുന്നു. അതുപോലെ അവിടുത്തെ ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ അപ്സ്കില്ലിങ്, അവരുടെ ഈ മാനവശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇത്തരം അടിസ്ഥാന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ ചൈന മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ ട്രംപ് ചെയ്യുന്ന സാധനം പ്രൊട്ടക്ഷനിസമാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയെ കെട്ടിപ്പിടിച്ചിങ്ങനെ അമേരിക്കയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതുതന്നെ ഒരു ഭീതിയിൽ നിന്നുണ്ടാവുന്നതാണ്. താൻ അപകടത്തിലാണെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഈ പ്രൊട്ടക്ഷനിസം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പാർട്ട്നേഴ്സുമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിൽ എപ്പോഴും ഒരു ഭീതിയിൽ ആയിരിക്കും സാധനം. ആ ഭീതിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു രാഷ്ട്രത്തിനാണെങ്കിലും വ്യക്തിയാണെങ്കിലും ഭീതിയിലാണെങ്കിലും സർഗാത്മകമാകാൻ പറ്റത്തില്ല. ഇന്നിപ്പോൾ അമേരിക്ക നേരിടുന്ന ഈ പ്രൊട്ടക്ഷനിസത്തിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലിസ്റ്റ് ചില മുദ്രാവാക്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. അതായത് നാട്ടുകാർ നമ്മളെ മറ്റുള്ള രാജ്യങ്ങൾ കളിപ്പിച്ചുകൊണ്ട് പോവുകയാണ്, അതുകൊണ്ട് അവർക്കെതിരെ നികുതി ചുമത്തുന്നു. അതേപോലെ ഇല്ലീഗൽ ഇമിഗ്രൻസ് നാട് കടത്തുന്നു. ഇതൊക്കെ വളരെ പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് സംഗതികളാണ്. അതേപോലെ ഗവൺമെൻറ്റിൻ്റെ നടപടികളിൽ ഒരുപാട് അധിക ചെലവ് വരുന്നു, അതൊക്കെ വെട്ടിച്ചുരുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പോപ്പുലിസ്റ്റ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷനിസ്റ്റ്, അതായത് ഈ ഒരു സ്വയം രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമം എന്ന് വെച്ചാൽ അപകടത്തിലാണെന്നുള്ള തിരിച്ചറിവാണ്.
അപ്പോൾ അപകടത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അതാണ് ഇന്ന് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഈ അമേരിക്ക ഇപ്പം ചൈനയ്ക്ക് നേരെ 145% നികുതി ഏർപ്പെടുത്തി, ഇപ്പോൾ ചൈന നേരെ 125% ഏർപ്പെടുത്തി. അപ്പം അങ്ങനെ ഒരു താരിഫ് ഏർപ്പെടുത്താനുള്ള ധൈര്യം ചൈന കാണിച്ചതിന് നമ്മൾ അംഗീകരിക്കണ്ടേ? കാരണം തീർച്ചയായിട്ടും. മാത്രമല്ല ചൈന പറഞ്ഞു ഒരു 145 പ്രഖ്യാപിച്ചതിന് ശേഷം പറഞ്ഞു ഇനി ഞങ്ങൾ ഇനി ഉയർത്തുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ടും ഉയർത്തിക്കൂ. 245 പിന്നെ അമേരിക്ക ചുമത്തി. പക്ഷെ അവരങ്ങോട്ട് നോക്കുന്നില്ല. കാര്യം അവരുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തു. അവർ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത് യൂറോപ്പുമായിട്ട് നല്ല ബന്ധത്തിലായി, അതേപോലെ കിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ചൈന പുതിയ മേഖലകൾ തുറക്കുകയും മാത്രമല്ല യൂറോപ്യൻ യൂണിയനുമായിട്ട് നല്ല രീതിയിലുള്ള വ്യാപാര ബന്ധം ഇതിനകം തന്നെ സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു. അപ്പം ഇതാണ് ഇപ്പോൾ ഒരു പുതിയ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയുമായിട്ടായിരിക്കും അമേരിക്ക ആദ്യമായിട്ട് കരാറിൽ ഏർപ്പെടാൻ പോകുന്നതെന്ന് പിന്നെ തുളസി ഗബ്ബാറും പറഞ്ഞു. ഈവൻ ട്രംപ് അത് സൂചിപ്പിക്കുകയുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്നുള്ള അവശ്യ വസ്തുക്കളും അമേരിക്കയിലേക്ക് എത്തേണ്ട ആവശ്യകതകളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സാഹചര്യം കൂടെ അവർ നേരിടുന്നുണ്ട്. അവശ്യ സാധനങ്ങളിൽ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്നതിൽ സോഫ്റ്റ്വെയറും മറ്റ് സംഗതികളൊക്കെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ വളരെ കുറവാണ്. മറ്റ് അത്യാവശ്യം ചില അവശ്യ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് അവിടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ അതും കൂടെ തെളിയിക്കുമ്പോൾ അതിൻ്റെ ലഭ്യത കുറവും അതേപോലെ അധികരിച്ച വിലയും അത് വീണ്ടും അവിടുത്തെ ജനജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കും. അപ്പോൾ അങ്ങനെ ആഭ്യന്തരമായ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക്, സ്വയം നിർമ്മിതമായ ഒരു അപകടത്തിലേക്ക് ട്രംപ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ചൈന സ്വാഭാവികമായിട്ടും അവരുടേതായിട്ടുള്ള രീതിയിൽ വളരെ സ്റ്റഡിയായിട്ട് അവർ പുതിയ വഴികൾ തുറന്നുകൊണ്ട് മുന്നേറുകയും ചെയ്യുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.